പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നലെ നമ്മുടെ സ്റ്റൈൽ മന്നൻ രജനീകാന്ത്, ഉലക നായകൻ കമലഹാസൻ എന്നിവർ ഒന്നിക്കുന്ന ഒരു പ്രൊമോ വീഡിയോ വന്നു. ഒരു ചിത്രത്തിനുമായിട്ട് ബന്ധപ്പെട്ടാണ്. നെൽസൺ ആണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്, അനിരുദ്ധാണ് സംഗീതം കൊടുക്കുന്നത്. ഒരു എന്താ പ്രൊമോ വീഡിയോ എന്ന് പറയുന്നത്, പ്രൊമോഷൻ എന്നൊക്കെ പറയുന്നത് ഈ രീതിയിൽ വേണം. ഏകദേശം 47 കൊല്ലത്തിന് ശേഷം അവർ രണ്ടുപേരും തമിഴിലെ സൂപ്പർ നടന്മാരായ സൂപ്പർ സ്റ്റാറുകളായ രണ്ട് നടന്മാരൊന്നിക്കുന്നു, കമലഹാസനും രജനീകാന്തും. അത് വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. ചിത്രം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളിൽ ഒരു ഓളം സൃഷ്ടിക്കുക. ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും ഈ പടം പോയി കാണണം. എനിക്ക് തോന്നുന്നു മലയാളിയായ നമുക്ക് തോന്നുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലൊക്കെ ഇതൊരു ഓളം സൃഷ്ടിക്കുമെന്ന് 100% ഉറപ്പാണ്. കാരണം ആ രീതിയിലുള്ള അവരുടെ ഒരു സ്റ്റൈല്, ഒരു പാറ്റേൺ ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത നെൽസൺ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആ പ്രൊമോ വീഡിയോ ആയിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു. പ്രത്യേകിച്ച് അനിരുദ്ധൊക്കെ ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ്. വേറെ ഒന്നുമില്ല, ഒരു രംഗവും ഇല്ല. ഇവർ രണ്ടുപേരും കൂടെ നടന്നു വരുന്നു. ആ നടപ്പൊക്കെ എന്ന് പറഞ്ഞ ഒരു സ്റ്റൈലുണ്ട്, ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ്. അതുപോലെ കാറെ കയറുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ നെൽസണോട് ഒരു ചോദ്യമുണ്ട്, ആരാണ് ഹീറോ എന്ന് ചോദിക്കുന്നിടത്ത് ഇത് നിർത്തുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചോദിക്കുകയാണ്, ആരാണ് ഹീറോ? എനിക്ക് തോന്നുന്നു ഈ ചിത്രം കാണാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുക. കാരണം ആരാണ് ഹീറോ എന്നറിയാൻ വേണ്ടി. ഇങ്ങനെയാണ് ഒരു ചിത്രം പ്രൊമോട്ട് ചെയ്യേണ്ടത്. നമ്മൾ പല പ്രാവശ്യം പല ചിത്രങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അടുത്ത കാലത്ത് നമ്മൾ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞേക്കുന്ന ഒരു ചിത്രമാണ് മഹേഷ് നാരായണൻ്റെ മോഹൻലാലും മമ്മൂട്ടിയും 13 കൊല്ലത്തിന് ശേഷം ഒന്നിക്കുന്നത്. മലയാളത്തിലെ രണ്ട് സൂപ്പർ നടന്മാർ, സൂപ്പർ സ്റ്റാറുകൾ ഒന്നിക്കുമ്പോൾ അതിന് വേണ്ടത്ര പ്രൊമോഷൻ ഇല്ല, ഒരു പരിപ്പോടെ പ്രൊമോഷനാണ് എന്ന് നമ്മൾ സ്ഥിരമാണ് പറഞ്ഞു. അതാണ് ഒരു ഇവരെ രണ്ടുപേരെയും കൂടെ ഒന്നിച്ച് കിട്ടിയിട്ട് ഒരു ഓളം സൃഷ്ടിക്കാൻ ഈ ചിത്രത്തിന് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. കാരണം ഏപ്രിൽ ഈ ചിത്രം റിലീഫായിട്ട് ആകുന്നു എന്ന് പറഞ്ഞപ്പോഴും ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിലൊരു മമ്മൂട്ടിയും മോഹൻലാലിനും അതുപോലെ ഭഗത് മാഫിൽ, കുഞ്ചാക്കോ ബോബൻ, ഇവരെല്ലാവരും കൂടെ നയൻതാര, ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് ഒരു ഓളം സൃഷ്ടിക്കാൻ ഇത് കഴിഞ്ഞിട്ടില്ല. യാതൊരുവിധ പ്രൊമോഷനും ഇല്ല. ആൻഡോ ജോസഫാണ് ഇത് പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഒരു രക്ഷയില്ല. പക്ഷെ ആ സ്ഥാനത്ത് അതുമായിട്ട് തുലനം ചെയ്ത് നോക്കുമ്പോൾ ഇത് നോക്കിയേ, പടം ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ആൾക്കാരുടെ മനസ്സിലൊരു തരംഗം സൃഷ്ടിക്കാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞു. പിന്നെ ഈ കാത്തിരിപ്പാണ്. എനിക്കൊന്ന് ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഘട്ടങ്ങളിലായിട്ട് ഇത് നമ്മൾ ഇതിൻ്റെ ഓരോ രംഗങ്ങളും ഓരോ പോസ്റ്ററുകളും എല്ലാം ആവേശപൂർവ്വം കാത്തിരിക്കും അല്ലേ. പക്ഷേ പേട്രിയോട്ട് എന്ന് പറയുന്ന മമ്മൂട്ടിയും മോഹൻലാലും മഹേഷ് നാരായണൻ ചിത്രവും കുഞ്ചാക്കോ ബോബൻ ഒരു പോസ്റ്റർ പങ്കുവെച്ചപ്പോഴാണ് നമ്മൾ അറിയുന്ന ചിത്രം ഷൂട്ടിങ് തുടങ്ങിയത്. ശ്രീലങ്ക സർക്കാരാണ് ഇതിൻ്റെ പേര് തന്നെ പുറത്തു വിടുന്നത്. ആ രീതിയിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ആരുമേ ഒരു ചിത്രത്തിന് പേര് കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് അത് പ്രൊമോട്ട് ചെയ്യുക. പ്രത്യേകിച്ച് മോഹൻലാലും മമ്മൂട്ടി എന്ന് പറയുന്നത് ഈ മലയാളത്തിലെ രണ്ട് ലെജൻഡായ രണ്ട് നടന്മാർ, ഇവർ ഒന്നിക്കുന്നു 13 കൊല്ലത്തിന് ശേഷം. അത് വേണ്ടത്ര രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല. 100 കോടി രൂപയ്ക്ക് മുകളിൽ മുടക്കുമുതലുള്ള ചിത്രം, കാശില്ലാഞ്ഞിട്ടല്ലല്ലോ. ഇപ്പോഴും ഇതിൻ്റെ പ്രൊമോഷൻ ഇപ്പോഴും പരിപ്പോടെ പ്രൊമോഷനാണ് എന്ന് നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് തമിഴിൽ നിന്ന് ഇങ്ങനെയൊരു പ്രൊമോഷനും ഇങ്ങനെയൊരു പ്രൊമോ വീഡിയോ ഒക്കെ വന്നു കഴിഞ്ഞപ്പം നമുക്കെന്ത് പറയാൻ പറ്റില്ലേ? നമുക്കിതൊക്കെ നോക്കിയിരുന്ന് ആസ്വദിക്കാനേ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് മലയാള നടന്മാരെ എങ്ങനെ ഒരു ചിത്രം പ്രൊമോട്ട് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ, പ്രത്യേകിച്ച് നിർമ്മാതാക്കൾക്ക്, സംവിധായകർക്ക് ഒരവസ്ഥ. അത് മലയാളത്തിലെ പല ചിത്രങ്ങൾക്കും, പേര് കേട്ട പല ചിത്രങ്ങളിലെ അവസ്ഥ ഇതാണ്. അല്പം തമ്മിൽ ഭേദമെന്ന് എനിക്ക് തോന്നുന്നു ആന്റണി പെരുമ്പാവൂരാണ്. ആന്റണി പെരുമ്പാവൂരിൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കാറുമുണ്ട്. അത് തിയേറ്ററിലൊക്കെ ഒരു വിജയമാകുകയും ചെയ്യുന്നുണ്ട്. വിജയമാകുന്നതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ദൃശ്യം 3 ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് അതൊരു ഭയങ്കര ഹൈപ്പിൽ കൊണ്ടുവെക്കുന്നുണ്ട്. ആൻ്റണിയുടെ മിക്കവാറും എല്ലാ ചിത്രങ്ങളും, ആശീർവാദം എടുക്കുന്ന മിക്കവാറും എല്ലാ ചിത്രങ്ങളും ഹൈപ്പിൻ്റെ മുകളിൽ കൊണ്ടുവെക്കാൻ സാധാരണയുണ്ട്. പിന്നെ തിയേറ്ററിൽ ചിലപ്പോൾ പരാജയപ്പെടുമായിരിക്കാം. എന്നാലും മുടക്കമുതൽ തിരിച്ചു വിട്ടാൽ ഈ ബിസിനസ് തന്ത്രം
വളരെയധികം ഗുണം ചെയ്യും. ഇപ്പം കമലഹാസനും രജനീകാന്തും കൂടെ ഒന്നിക്കുമ്പോൾ തന്നെ തിയേറ്ററിൽ ഒരു ഓളം സൃഷ്ടിക്കും. അത് ചിത്രം എന്താ പറയുന്നത്, പോസിറ്റീവ് അല്ലെങ്കിൽ പോലും ആദ്യ ദിവസത്തെ കളക്ഷനൊക്കെ എന്ന് പറയുമ്പോൾ വമ്പൻ കളക്ഷനായിരിക്കും. മുടക്ക് മുതൽ തിരിച്ചു കിട്ടാൻ ഇതിന് കാരണമാവും. അതുതന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും മലയാള നടന്മാരും മലയാള നിർമ്മാതാക്കളും ഒക്കെ കണ്ടുപിടിക്കട്ടെ, അല്ലാതെ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഏതായാലും നൾഫൻ, അതുപോലെ അനിരുദ്ധ്, രജനീകാന്ത്, കമലഹാസൻ ഇവരെ നിൽക്കുമ്പോൾ മികച്ചൊരു ചിത്രം നമുക്ക് കാണാൻ കഴിയട്ടെ. അതിനുവേണ്ടി കാത്തിരിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.